ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFE സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 6 ബുധനാഴ്ച. കർഷക സമരത്തിന്റെ ഭാഗമായി ജനുവരി 7 ഡൽഹിയിൽ ട്രാക്ടർ മാർച്ച് നടത്തുമെന്ന് സ്വരാജ് ഇന്ത്യ നേതാവ് യോഗേന്ദ്ര യാദവ്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്താനിരിക്കുന്ന സമരത്തിന്റെ ട്രെയിലറായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനായി സംസ്ഥാനങ്ങളിൽ എത്തിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതോടെ വാക്സിൻ വിതരണത്തിന് രാജ്യം സജ്ജമാകും. വാക്സിൻ കുത്തിവയ്പ് എന്നു തുടങ്ങുമെന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ പിന്നീട് നടത്തുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ. രാജ്യത്ത് കോവിഡിനെതിരായ വാക്സിനുകൾ വിതരണം ചെയ്യുന്നതിനായി ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും. ഇരു കമ്പനികളുടെയും വാക്സിനുകൾ സംബന്ധിച്ച് വ്യത്യസ്താഭിപ്രായങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കമ്പനികൾ സംയുക്ത പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഇന്ത്യാ സന്ദർശനം റദ്ദാക്കി. കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം ബ്രിട്ടനിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം റദ്ദാക്കിയതെന്ന് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ജനുവരി 26 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായിരുന്നു ബോറിസ് ജോൺസന്റെ ഇന്ത്യാ സന്ദർശനം. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പാർലമെന്റിന്റെ ഇരുസഭകളെയും ജനുവരി 29 അഭിസംബോധന ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇത്തവണ 2 ഘട്ടങ്ങളായാവും നടക്കുക. കേരളത്തിലെ കോവിഡ് രോഗികളുടെ വർധനയുടെ പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന് പ്രത്യേക മെഡിക്കൽ ടീമിനെ അനുവദിക്കണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്ടീവ് കേസുകളുള്ള 20 ജില്ലകൾ എടുത്താൽ അതിൽ 11 കേരളത്തിലാണെന്നും ദിനംപ്രതി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്നെന്നും സുരേന്ദ്രൻ കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനമായി. കൊച്ചിയിൽ ചേർന്ന തിയേറ്റർ ഉടമകളുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത്. തിയേറ്ററുകൾ ശുചീകരിക്കുന്നതിനായി ഒരാഴ്ചത്തെ സാവകാശം ആവശ്യമാണ്. ഇതിനുശേഷം വിജയചിത്രമായ മാസ്റ്ററിന്റെ റിലീസോടെ തിയേറ്ററുകൾ പ്രവർത്തന സജ്ജമാകുമെന്നാണ് സംഘടനാ ഭാരവാഹികൾ നൽകുന്ന സൂചന. അതേസമയം തിയേറ്ററുകൾ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ തിയേറ്ററുകൾക്ക് പുതിയ സിനിമ നൽകില്ലെന്ന നിലപാടിലാണ് സിനിമാ വിതരണക്കാരുടെ സംഘടന. സ്വർണ്ണക്കടത്ത് കേസിൽ NIA ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷ്, സരിത്, KT രമേശ് എന്നിവർക്കെതിരെയാണ് ആദ്യഘട്ട കുറ്റപത്രം. കേസിലെ 2ാം പ്രതിയായ സന്ദീപ് നായർ കുറ്റപത്രത്തിൽ മാപ്പുസാക്ഷിയാണ്. കേസിൽ UAPA നിലനിൽക്കുമെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട 35 പേരിൽ 21 പേരെ മാത്രമാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരിൽ ചിലർ വിദേശത്തുണ്ട്. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കസ്റ്റംസ്. ഫോണിൽ വിളിച്ചാണ് കസ്റ്റംസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഇന്നലെ രാവിലെ 11 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കസ്റ്റംസ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഔദ്യോഗികമായി നോട്ടീസ് നൽകിയിരുന്നില്ല എന്ന കാരണത്താൽ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഇന്ന് രാവിലെ എത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ നീക്കവുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം. വിവിധ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കൂടിക്കാഴ്ച നടത്തി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നതായി താരിഖ് അൻവർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടാണ് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി AICC സംഘം കൂടിക്കാഴ്ച നടത്തിയത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 61,269 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,615 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 24 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3,184 ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 59 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്.
5037 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 475 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 44 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4922 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 63,802 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: എറണാകുളം 719, കോട്ടയം 715, പത്തനംതിട്ട 665, തൃശൂർ 616, കൊല്ലം 435, കോഴിക്കോട് 426, ആലപ്പുഴ 391, തിരുവനന്തപുരം 388, മലപ്പുറം 385, പാലക്കാട് 259, കണ്ണൂർ 252, വയനാട് 175, ഇടുക്കി 131, കാസർഗോഡ് 58. സംസ്ഥാനത്ത് ഇന്നലെ 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇന്നലെ 6 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ നിലവിലാകെ 445 ഹോട്ട്സ്പോട്ടുകൾ. ഉത്സവങ്ങൾക്കും പൊതുപരിപാടികൾക്കും മാർഗനിർദ്ദേശം പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. പൊതുപരിപാടികൾ നടത്തുന്നതിനു മുൻപ് ആരോഗ്യവകുപ്പിന്റെ മുൻകൂർ അനുമതി തേടണം. കണ്ടെയ്ൻമെന്റ് മേഖലയിൽ ഉത്സവ പരിപാടികൾ പാടില്ലെന്നാണ് നിർദ്ദേശം. 65 വയസ്സിന് മുകളിലുള്ളവർ, ഗുരുതര രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ ഉത്സവങ്ങളിൽ പങ്കെടുക്കാനും പാടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസറും സസ്യശാസ്ത്രജ്ഞനുമായ ഡോക്ടർ മാമിയിൽ സാബു സസ്യവർഗീകരണ ശാസ്ത്രരംഗത്തെ മികവിനുള്ള EK ജാനകിയമ്മാൾ ദേശീയ പുരസ്കാരത്തിന് അർഹനായി. അടുത്ത പരിസ്ഥിതി ദിനമായ 2021 ജൂൺ 5-ന് പുരസ്കാരം വിതരണം ചെയ്യും. 2018-ലെ പുരസ്കാരമാണ് ഡോക്ടർ സാബുവിന് ലഭിക്കുന്നത്. 5 ലക്ഷം രൂപയും മെഡലുമാണ് പുരസ്കാരം. സംസ്ഥാനത്ത് മദ്യവില കൂട്ടണമെന്ന് ബെവ്കോ. വില കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് എക്സൈസ് വകുപ്പ് സർക്കാരിന് ശുപാർശ നൽകി. മദ്യക്കമ്പനികളുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ബെവ്കോയുടെ ശുപാർശ. തൃശൂർ തളിക്കുളത്ത് വള്ളം മുങ്ങി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. തളിക്കുളം സ്വദേശി സുബ്രഹ്മണ്യൻ, ഇക്ബാൽ, വിജയൻ, കുട്ടൻ എന്നിവരെയാണ് മറ്റ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത്. കൊല്ലം കല്ലുവാതുക്കലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശു മരിച്ചു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. അണുബാധയാണ് കാരണം. ഊഴായിക്കോട് ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടുപറമ്പിലെ കരിയില കൂട്ടത്തിൽ നിന്നാണ് 2 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ ഇന്നലെ രാവിലെ കണ്ടെത്തിയത്. കർണാടകയിൽ സ്കൂളുകളിലും കോളേജുകളിലും അധ്യയനം പുനരാരംഭിച്ച് വെറും 5 ദിവസത്തിനിടെ നിരവധി അധ്യാപകർക്ക് COVID-19 സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും മുൻപേ അധ്യാപകരും അനധ്യാപകരും നിർബന്ധമായി കോവിഡ് ടെസ്റ്റിന് വിധേയരാകണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിൽ നടന്ന പരിശോധനയുടെ ഫലങ്ങളിലാണ് അധ്യാപകർ കോവിഡ് പോസിറ്റീവാണെന്ന് വ്യക്തമായത്. ദേശീയതലത്തിൽ ഗോവിജ്ഞാൻ പരീക്ഷ നടത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഓൺലൈൻ മുഖേനയാണ് ഫെബ്രുവരി 25-ന് പരീക്ഷ നടത്തുകയെന്ന് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തദ്ദേശീയമായ പശുക്കളെക്കുറിച്ചും അവയുടെ പ്രയോജനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും താൽപര്യമുണ്ടാക്കുന്നതിനാണ് പശുശാസ്ത്രത്തിൽ ഇത്തരമൊരു പരീക്ഷയെന്ന് രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വല്ലഭായ് കത്തിരിയ പറഞ്ഞു. പശ്ചിമബംഗാൾ കായിക സഹമന്ത്രി ലക്ഷ്മി രത്തൻ ശുക്ല രാജിവെച്ചു. മുൻ ക്രിക്കറ്റ് താരം കൂടിയായ ശുക്ല തൃണമൂൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൂടി രാജിവെച്ചിട്ടുണ്ട്. അതേസമയം അദ്ദേഹം MLA ആയി തുടരും. തൃണമൂൽ നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കെയാണ് ശുക്ലയുടെ രാജി. താജ്മഹലിന് മുൻപിൽ കാവിക്കൊടി വീശുകയും ശിവസ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്ത 4 ഹിന്ദു ജാഗരൺ മഞ്ച് പ്രവർത്തകർ അറസ്റ്റിൽ. താജ്മഹൽ പരിസരത്ത് മതപരമോ മറ്റു പ്രചാരണ പരിപാടികൾക്കോ അനുമതിയില്ലാത്തതിനാൽ കാവിക്കൊടി വീശിയ സംഭവം സുരക്ഷാ ലംഘനമായാണ് കണക്കാക്കുന്നത്. ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFയിൽ സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. ഇന്ത്യയിൽ ഇന്നലെ 17,909 കോവിഡ് രോഗികൾ. മരണം 265. ഇതോടെ ആകെ മരണം 1,50,151 ഇതുവരെ 1,03,75,478 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 99.96 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 2.24 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,160 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 442 പേർക്കും പശ്ചിമബംഗാളിൽ 818 പേർക്കും കർണാടകയിൽ 815 പേർക്കും ആന്ധ്രയിൽ 377 പേർക്കും
തമിഴ്നാട്ടിൽ 820 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 6,41,086 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 2,388 പേർക്കും ഇംഗ്ലണ്ടിൽ 60,916 പേർക്കും ബ്രസീലിൽ 57,447 പേർക്കും റഷ്യയിൽ 24,246 പേർക്കും ഫ്രാൻസിൽ 20,489 പേർക്കും രോഗം ബാധിച്ചു. 12,550 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 3,065 പേരും ബ്രസീലിൽ 1,186 പേരും ഇംഗ്ലണ്ടിൽ 830 പേരും ഇറ്റലിയിൽ 649 പേരും മെക്സിക്കോയിൽ 544 പേരും ജർമ്മനിയിൽ 528 പേരും റഷ്യയിൽ 518 പേരും സൗത്ത് ആഫ്രിക്കയിൽ 513 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 8.67 കോടി കോവിഡ് രോഗികളും 18.73 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. പാകിസ്ഥാനിൽ തകർക്കപ്പെട്ട ഹിന്ദു ക്ഷേത്രം പുനർനിർമ്മിച്ചു നൽകണമെന്ന് പാക് സുപ്രീംകോടതി. ഖൈബർ പക്തുൻഖ്വ പ്രവിശ്യ ഭരണകൂടത്തോടാണ് തകർക്കപ്പെട്ട ക്ഷേത്രം 2 ആഴ്ചയ്ക്കുള്ളിൽ പുനർനിർമ്മിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡിസംബർ 30-നാണ് കാരക് ജില്ലയിലെ തേരി ഗ്രാമത്തിലുള്ള പരമഹംസജി മഹാരാജ് സമാധിയും കൃഷ്ണദ്വാര മന്ദിരും അക്രമികൾ തകർക്കുകയും തീവയ്ക്കുകയും ചെയ്തത്. ഖത്തറിനെതിരെ സൌദിയടക്കം 4 രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചു. GCC രാജ്യങ്ങൾ ഐക്യകരാറിൽ ഒപ്പുവച്ചു. ഇതോടെ 3.5 വർഷം നീണ്ട പ്രതിസന്ധിക്കാണ് വിരാമമായിരിക്കുന്നത്. GCC ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി സൌദിയിലെത്തി. 3.5 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഖത്തർ അമീർ സൌദിയിൽ എത്തുന്നത്. സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തർ അമീറിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഖത്തറിനെതിരായ ഉപരോധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഉച്ചകോടിയിലുണ്ടാകുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ISLൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബാംഗ്ലൂരു FCയെ തകർത്ത് മുംബൈ സിറ്റി FC 1-ാം സ്ഥാനത്ത് തിരിച്ചെത്തി. 1-3 ഗോളുകൾക്കായിരുന്നു മുംബൈയുടെ ജയം. ISL ചരിത്രത്തിൽ ഇതാദ്യമായാണ് ബാംഗ്ലൂരു FC തുടർച്ചയായ 3 മത്സരങ്ങൾ തോൽക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.